വെൽക്കം ടു ഇംഗ്ലിഫൈ വേർ ഇംഗ്ലീഷ് ബിക്കംസ് ഫൺ ആൻഡ് ഈസി. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പലതും വേർഡ്സിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എച്ച്. ട്രൈ റീഡിങ് ദിസ് വേർഡ്. ഇത് നമ്മൾ എങ്ങനെയാ വായിച്ചത്? ഹാർട്ട് എന്നാണ് അല്ലേ, ചാട്ട് എന്നല്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി ആൽഫബറ്റ്സ് വായിക്കും പോലെ അല്ല നമ്മൾ അത് വേർഡ്സിലേക്ക് വരുമ്പോൾ പലപ്പോഴും വായിക്കുന്നത് എന്നുള്ളത്. എച്ച്, സി, ജി ഇങ്ങനെ പല ലെറ്റേഴ്സിന് ഇത് ബാധകമാണ്. അത് വിശദമായിട്ട് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് എച്ച് തന്നെ നോക്കാം. എച്ച് ആൽഫബറ്റിക് ഓർഡറിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കാറ്? എച്ച് എന്ന് തന്നെയാണല്ലേ. പക്ഷെ വേർഡ്സിൽ വരുമ്പം ഇതിന് ഹ് എന്നൊരു സൗണ്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഹാറ്റ് കണ്ടിരുന്നു. ഹാറ്റിൽ നമ്മൾ ഹ് എന്നല്ലേ ഇത് പ്രൊനൗൺസ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ജി. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ് ജിയുടെ പ്രൊനൗൺസിയേഷൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. രണ്ട് തരത്തിൽ ഇത് വരാറുണ്ട്. ഇവിടെ ഗം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഗ എന്നൊരു പ്രൊനൗൺസിയേഷൻ ആണ് ഇവിടെ ജിക്ക് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ലെറ്റേഴ്സിന് രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊനൗൺസിയേഷൻ വരും. അതിന് ചില റൂൾസ് ഉണ്ട്. ആ സിമ്പിൾ റൂൾസ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എച്ചിൻ്റെ പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി കുറച്ചുകൂടി വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ഈ വേർഡ്സ് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കഴിയുന്നുണ്ടോ? ഹാറ്റ്, ഹഗ്, ഹാൻഡ്, ഹോട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വാക്കിൽ ച് എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ടോ? ഇല്ല. ചാട്ടെന്നോ അല്ലെങ്കിൽ ചാണ്ടെന്നോ ഒന്നും നമ്മളിത് വായിക്കില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പം ച് എന്ന് വരേണ്ട ഒരു സന്ദർഭത്തിൽ ഏത് ലെറ്ററാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് വെച്ചിട്ട് വരുന്ന പ്രൊനൗൺസിയേഷൻ പഠിക്കുന്നതാണ്. തൽക്കാലം വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. സി എച്ച് വരുമ്പോഴാണ് ശരിക്കും ച് എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നത്. തൽക്കാലം നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. എച്ച് എന്ന് വരുമ്പോൾ നമ്മൾ ഹ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ആക്ടിവിറ്റിയാണ്. താഴെ കാണുന്ന വേർഡ്സ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആൻസർ ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ്, കാരണം നമുക്കധികം സമയമില്ല. ഹാറ്റ്, ഹോട്ട്, ഹഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. എച്ചിൻ്റെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഇതിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ലെറ്റർ ജിയിലേക്ക് പോവാം. ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കാനുണ്ട്. കാരണം ഹാർഡ് ജി, സോഫ്റ്റ് ജി രണ്ട് പ്രൊനൗൺസിയേഷനാണ് വരിക. ഇതിനൊരു റൂൾ ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാർഡ് ജി ഗ എന്നും സോഫ്റ്റ് ജി ജ് എന്നും തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക. ജെ വരുമ്പോൾ നമ്മൾ ജ് എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യുക. അതുപോലെ ജി സോഫ്റ്റ് ജി ആണെങ്കിൽ ജ് എന്ന് തന്നെയാണ് വരിക. സോഫ്റ്റ് ജി ആവുന്ന സന്ദർഭങ്ങളാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഇ, ഐ, വൈ ഇത്രയും ലെറ്റേഴ്സിന് മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് സോഫ്റ്റ് ജി ആവുക. അല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും ജി ഹാർഡ് ജി ആണ്. അതായത് ഗ എന്ന സൗണ്ടാണ് ഇതിന് വരിക. ഇവിടെ നോക്കിയാൽ അറിയാം, ഗോ, ഗം, ഗ്യാപ്പ്, ബിഗ് ഇതിനൊക്കെ ഏത് സൗണ്ടാണ് കൊടുത്തേക്കുന്നത്? ഗ. ഹാർഡ് ജി ആണ് ഇവിടെ. ഹാർഡ് ജി ആണ് ഗ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതേസമയം സോഫ്റ്റ് ജി വരുന്നത് 3 ലെറ്റേഴ്സിന് മുമ്പിൽ മാത്രമാണ്. ഏതൊക്കെയാണത്? ഐ, ഇ, വൈ. ഇവിടെ നമുക്ക് നോക്കാം, ജം, ജിറാഫ്, ജെന്റിൽ. ഈ 3 വാക്കുകളിലും ജ് എന്ന സൗണ്ട് തന്നെയാണ് ജിക്ക് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ സോഫ്റ്റ് ജി ആണ്. ഇ, ഐ, വൈ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്ററിന് മുമ്പിൽ വന്നതുകൊണ്ടാണ് ഇതിന് ജ് എന്നൊരു പ്രൊനൗൺസിയേഷൻ വന്നിട്ടുള്ളത്. വൺസ് അഗെയിൻ നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിട്ടുള്ള ജി വേർഡ്സിൽ ഹാർഡ് ജി ഏതൊക്കെയാണ്, സോഫ്റ്റ് ജി ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അങ്ങനെയാണല്ലോ നമുക്ക് പ്രൊനൗൺസിയേഷൻ കിട്ടുക. അപ്പോൾ അതിന് മുമ്പിലുള്ള ലെറ്റേഴ്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ഹാർഡ് ജി, ഏതാണ് സോഫ്റ്റ് ജി എന്നുള്ളത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഗോ, ഗം, ജം, ജിറാഫ്, ഗറ്റ്, ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ ഇ, ഐ, വൈ ഇതിൽ ഏതെങ്കിലും ലെറ്റേഴ്സിന് മുൻപിൽ ജി വരുമ്പോഴാണ് സോഫ്റ്റ് ജി ആവുക, ജ്. അല്ലാത്തതൊക്കെ ഇവിടെ ഹാർഡ് ജി ആണ്. ഗോ, ഗം, ഗ്യാപ്പ്, ഗറ്റ്. ജിറാഫ് ആൻഡ് ജം മാത്രമാണ് ഇവിടെ സോഫ്റ്റ് ജി വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് വേർഡ്സിനെ ജി വെച്ചിട്ട് കളക്ട് ചെയ്യണം. എന്നിട്ട് ഓരോ വേർഡ്സിലും അത് ഹാർഡ് ജി ആണോ സോഫ്റ്റ് ജി ആണോ എന്ന് കണ്ടെത്തി നിങ്ങൾ വായിച്ച് പഠിക്കണം. മാക്സിമം വേർഡ്സ് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കൺഫ്യൂഷൻ മാറുകയും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യുള്ളൂ. കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗോർജിയസ് ഒക്കെ പോലത്തെ വേർഡ്സ് പഠിക്കാം. അതിലൊക്കെ ഇതുപോലെ ഹാർഡ് ജിയും സോഫ്റ്റ് ജിയും വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച വാക്കുകളുടെ ഒരു പിക്ചറൈസേഷൻ ഇവിടെ കാണാം. അപ്പോൾ എന്തിൻ്റെങ്കിലും മീനിങ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ പിക്ചേഴ്സ് നോക്കി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ജം, ഗോ, ജിറാഫ്, ഗം, ഗ്യാപ്പ്, ഗെറ്റ്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് സി എന്ന ലെറ്ററിലേക്കാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സി എന്ന ലെറ്ററിന് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് ക് എന്നും ചില സന്ദർഭങ്ങളിൽ അത് സ് എന്ന് തന്നെയാണ് നമ്മൾ
വായിക്കുക. ഇതേ റൂളാണ് നമ്മൾ ജി ആൽഫബറ്റിൽ അപ്ലൈ ചെയ്തത്. ഇവിടെയും ഹാർഡ് സി ഉണ്ട്, സോഫ്റ്റ് സി ഉണ്ട്. സോഫ്റ്റ് സി എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? സ് എന്ന് തന്നെയാണ്. ഹാർഡ് സിയോ ക്ക്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇവിടെ സോഫ്റ്റ് സി വരുന്നത് നേരത്തെ പറഞ്ഞ അതേ റൂൾ പ്രകാരമാണ്. സോഫ്റ്റ് ജി ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ വരിക അതുപോലെ തന്നെയാണ് സോഫ്റ്റ് സിയും വരുന്നത്. സോഫ്റ്റ് സി കംസ് ബിഫോർ ഇ, ഐ ഓർ വൈ. അതായത് ഇ, ഐ, വൈ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്ററിന്റെ മുമ്പിൽ വരുമ്പോഴാണ് സി സോഫ്റ്റ് സി ആവുന്നത്. ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ സി ക്ക് എന്നൊരു പ്രൊനൗൺസിയേഷൻ കൊടുത്താണ് വായിക്കുക. ഇവിടെ ഹാർഡ് സി വെച്ചുള്ള കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. ക്യാറ്റ്, കപ്പ്, കോൾഡ്. സോഫ്റ്റ് സി വെച്ചിട്ടുള്ളതാണ് സിറ്റി, ഫേസ്, ഐസ്. ഇവിടെ നോക്കിയാൽ അറിയാം സോഫ്റ്റ് സി അതായത് സ് സൗണ്ട് വരുന്നത് ഇ, ഐ, വൈ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്ററിന്റെ മുൻപിൽ വരുമ്പോഴാണ്. അല്ലാത്തപ്പോഴൊക്കെ സിക്ക് ക്ക് എന്നൊരു പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ സ്ലൈഡ് കൂടി ഒന്ന് നോക്കാവുന്നതാണ്. ക്യാറ്റ്, സിറ്റി. സിറ്റി എന്ന വാക്കിൽ ഐക്ക് മുമ്പ് വരുന്നത് കൊണ്ട് തന്നെ അത് സോഫ്റ്റ് സി ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലെറ്റർ വൈ. ഈ വൈ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെമി വൗവലാണ്. അത് ഫുള്ളായിട്ടൊരു വൗവലാണെന്ന് ചോദിച്ചാൽ അല്ല. ചില സന്ദർഭങ്ങളിൽ അതൊരു വൗവലാണ്. അങ്ങനെ ഡബിൾ റോൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് വൈ എന്ന് പറയുന്നത്. ഇനി കൺസണൻസും വവൽസും എന്താണെന്ന് അറിയാത്ത ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ വവൽസ് എന്ന് പറയുമ്പോൾ എ, ഇ, ഐ, ഒ, യു. മലയാളത്തിൽ നമുക്ക് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം ഉണ്ട് അല്ലേ? അതിൽ സ്വരാക്ഷരങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ളൊരു റോളാണ് ഇംഗ്ലീഷ് വേർഡ്സിൽ വവൽസിനുള്ളത്. അത്തരത്തിലുള്ള സൗണ്ട്സിനാണ് നമ്മൾ വവൽസ് യൂസ് ചെയ്യുക. കൺസണൻസ് എന്ന് പറയുമ്പം വ്യഞ്ജനാക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു പർപ്പസ് ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ വരുന്നത്. ഇത് അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളുടെ മദർ ടങ് വെച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സന്ദർഭങ്ങളിൽ വൈക്ക് യ് എന്നൊരു പ്രൊനൗൺസിയേഷനും ചില സന്ദർഭങ്ങളിൽ ഇ, ഐ എന്നൊക്കെയുള്ള ഒരു പ്രൊനൗൺസിയേഷനുമാണ് വരിക. അത് നമുക്ക് നോക്കാം. കൺസണന്റ് വൈ എന്ന് പറയുമ്പോൾ യെസ്, യെല്ലോ, യു ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത്. പക്ഷേ വൈക്ക് യ് എന്നൊരു പ്രൊനൗൺസിയേഷൻ വരണമെങ്കിൽ അല്ലെങ്കിൽ അതൊരു കൺസണന്റ് ആയി ആക്ട് ചെയ്യണമെങ്കിൽ അത് ആദ്യം തന്നെ ഒരു വേർഡിൽ വരണമെന്ന് നിർബന്ധമുണ്ട്. അല്ലാതെ ഒരു വേർഡിൽ രണ്ടാമതോ മൂന്നാമതോ അവസാനമോ ഒക്കെ ആയിട്ട് വൈ വരുമ്പം ഒരിക്കലും അതൊരു കൺസണന്റ് ആയിട്ട് പ്രവർത്തിക്കില്ല. ഒരു വവലായിട്ട് മാത്രമേ അതിന് പ്രൊനൗൺസിയേഷൻ വരുള്ളൂ. അതായത് ഇ ഓർ ഐ അതായിരിക്കും അപ്പം വൈൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാപ്പി എന്നുള്ള വേർഡിൽ ഐ അവസാനമാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അതിന് ഇ എന്ന പ്രൊനൗൺസിയേഷൻ ആണ്. ട്രൈ എന്ന വാക്കിൽ ലാസ്റ്റ് ആണ് വരുന്നത്, അതിന് ഐ എന്നൊരു പ്രൊനൗൺസിയേഷൻ ആണുള്ളത്. ജിം എന്ന വാക്കിൽ ഇ എന്നാണ് വൈൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. വൈ എന്ന ലെറ്റർ നമ്മൾ പലപ്പോഴും ഒരു കോപ്പി ക്യാറ്റ് ആണെന്ന് പറയാറുണ്ട്. ബിക്കോസ് ഇറ്റ് ബോറോസ് അതർ വവൽ സൗണ്ട്. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വവൽ സൗണ്ട് അതിന് പറയാൻ പറ്റില്ല. ഇ, ഐ, ഇ ഇത്രയും പ്രൊനൗൺസിയേഷൻ വൈക്ക് വരും. ഏതൊരു വേർഡിലും ആദ്യം വൈ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എപ്പോഴും യു എന്ന് തന്നെ ആയിരിക്കും. യെസ്, യെല്ലോ, യു ഈ വേർഡ്സിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇനി വവലാവുന്നത് എപ്പോഴാണ്? ഏതൊരു വേർഡിലാണോ വൈ ഫസ്റ്റ് ലെറ്റർ അല്ലാതെ വരുന്നത് അപ്പോഴൊക്കെ വൈക്ക് വവൽ സൗണ്ട് ആയിരിക്കും. അത് ഐ ആവാം, ഇ ആവാം, ഇ ആവാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ടിവിറ്റിയാണ്. വൈ വെച്ചിട്ട് കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതിലൊക്കെയാണ് വൈ വവലായിട്ട് പ്രവർത്തിക്കുന്നത്, ഏതിലൊക്കെയാണ് കൺസണന്റ് ആയി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് വളരെ ഈസിയാണ്. ഏതൊക്കെ വേർഡ് വൈ വെച്ച് തുടങ്ങുന്നുണ്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം അതിന്റെ പ്രൊനൗൺസിയേഷൻ ഏതാണ്. ഈ പ്രൊനൗൺസിയേഷൻ വരുന്ന വേർഡ്സ് ഏതൊക്കെയാണ് ഇവിടെ? അതെ, യെല്ലോ ആൻഡ് ഇയർ അത് രണ്ടുമാണ് ഇവിടെ ഈ സൗണ്ട് വരുന്ന അഥവാ കൺസണന്റ് ആയി വൈ പ്രവർത്തിക്കുന്ന വേർഡ്സ് വരുന്നത്. ബാക്കി വേർഡ്സിൽ വൈ ഡിഫറെന്റ് വവൽ സൗണ്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈ, ജിം, ഹാപ്പി, ട്രൈ. അപ്പൊ ഇതുവരെ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു? എച്ച് പഠിച്ചു, ജി പഠിച്ചു, സി പഠിച്ചു, വൈ പഠിച്ചു. ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള അത്യാവശ്യം കണ്ടന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. കൺഫ്യൂസിംഗ് വേർഡ്സിനെ പറ്റി ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇവിടെ കഴിഞ്ഞില്ല. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒരു വർക്ക്ഷീറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വർക്ക്ഷീറ്റ് പൂരിപ്പിച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് മെന്ററിംഗ് സപ്പോർട്ട് കിട്ടും. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.